എത്ര പിടിയുന്നാലേ നമ്മുടെ മോള് വളർന്നു വലുതായേ. അത് അവളുടെ കല്യാണം വരെ കഴിഞ്ഞു. എന്തായാലും നമുക്കറിയാവുന്ന പയ്യൻ തന്നെയല്ലേ, അവൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അമ്മ എപ്പോഴും ഫുഡ് കഴിച്ചോ? നിങ്ങളെന്താ കഴിക്കാത്ത? അത് ശരിയാലോ, ബാക്കിയുള്ളവരൊന്നും ഇരുന്നപ്പോ നിങ്ങളെ കണ്ടില്ലല്ലോ. മേനോൻ സാറൊന്നും ഇരുന്നില്ലല്ലോ, അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ ഒപ്പം ഇരുന്ന് കഴിക്കാന്ന്. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾക്ക് വിശക്കുന്നില്ല. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിച്ചാലോ, അല്ലേ ആയുഷ്? പോവാ. എന്റെ മോള് പറയുന്ന പോലെ വാ. നിങ്ങൾ രണ്ടുപേരും പോയിരുന്നു, ഞങ്ങളിപ്പോ വരാം. ശ്രീനിയും അച്ഛനെ വിളിക്കാറുണ്ട്. ഓക്കെ, എന്നാ നിങ്ങൾ ചെല്ല്, ഞങ്ങൾ പോയി സിരി പിടിക്കാം. അതന്നെ, നിങ്ങൾ ചെല്ല്. അങ്ങനെ നമ്മുടെ പിള്ളേരുടെ കല്യാണവും കഴിഞ്ഞു. അല്ല കനകം, നിങ്ങളൊന്നും ഇവിടെ നിൽക്കുന്നില്ല? നമുക്കൊരു ദിവസം നിന്നിട്ട് പോവാന്നേ, എല്ലാവരും ഒന്ന് അടിച്ചു പൊളിക്കാം. അത് ഇത്തിരി ബുദ്ധിമുട്ടാ. നാളെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടേ, അമ്മാവൻ്റെ മോളുടെ. അപ്പോൾ അതിന് പോകണം. ഞങ്ങളുടെ ബന്ധപ്പെട്ട ആളല്ലേ, ഇവളെ കൊണ്ട് പോകാൻ ഓർത്താ. പിന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞാലേ ഉള്ളൂ. കുറേ നാളായി ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട്. അപ്പോൾ അവിടെ ഒന്ന് പോകണമെന്ന് ഓർത്തിരുന്നതാ. എന്തായാലും മാറ്റി വെക്കാൻ പറ്റില്ല, നിങ്ങൾ ഉറപ്പിച്ച് വെച്ചില്ലേ. ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരാം. നിങ്ങൾ എന്തായാലും അടിച്ച് പൊളിക്കുക. അതന്നെ, നമുക്കിപ്പോ എന്തായാലും കാണാലോ. അപ്പ അമ്മ നാളെ പോവാം പ്ലീസ്, ഇന്നൊരു ദിവസം നിൽക്ക. എന്താ മോളിങ്ങനെ? ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ വരില്ലേ? നമുക്ക് അന്നേരം അടിച്ചു പൊളിക്കാം. അത് സാറാ, അവര് കുറെ നാളായില്ലേ അവിടെ പോയിട്ട്, അവിടെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ശരി, പോയിട്ട് വാ. എന്നാ ഞങ്ങൾ ഇറങ്ങാം, പോട്ടെ കാന്താരി. സാറാ, ഓ എന്റെ പൊന്നേ, എത്ര നാളായി കണ്ടിട്ട്. നീ എന്താ വരാണ്ടിരുന്നേ? എത്ര നേരമായി നിന്നെ കാത്തിരിക്കണമെന്ന് അറിയോ? സോറി ഡി, അമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ വരെ പോയേക്കായിരുന്നു. അതാ വരാണ്ടിരുന്നത്. ഞാൻ വരാൻ ഒരുങ്ങിയതാ. അയ്യോ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? പേടിക്കൊന്നും വേണ്ട, അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. നിന്റെ അടുത്ത് ഞാൻ വഴിയെ പറയാം. പിന്നെ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. അല്ല, ഈ പറഞ്ഞ ആളുടെ കല്യാണമൊന്നും ആയില്ലേ? അതിപ്പോൾ ഉറപ്പിക്കൊന്നും വേണ്ടാന്നേ, ഞാൻ ഒരാളെ നോക്കി വെച്ചിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ പറയാം, സമ്മതിച്ചാൽ കല്യാണം ഉറപ്പ്. അല്ല, നീ ഫുഡ് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല, ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വാ കഴിക്കാൻ, നല്ല വിശപ്പുണ്ട്. വാ, നിനക്ക് ഞാൻ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്. മോളെ സാറേ, ഒന്നിങ്ങ് വന്നേടാ. എന്താ മേ, എന്തിനാ വിളിച്ചേ? മോളെ, നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ടായിരുന്നു കുറേ നേരമായിട്ട്. നീ കുളിക്കാൻ കയറിയോടെ ഞാൻ പറയാണ്ടിരുന്ന. ഓ ആണോ? ഓക്കെ അമ്മ, ഞാൻ അങ്ങോട്ട് ചെല്ലാം. അച്ഛൻ എന്നെ വിളിച്ചായിരുന്നു. അമ്മ പറഞ്ഞല്ലോ എന്നെ വിളിച്ചായിരുന്നു. എന്തിനാ വിളിച്ചേ? വാ വാ, വന്നിരിക്ക്. എന്താ അച്ഛൻ വിളിച്ചേ? എന്തെങ്കിലും സീരിയസ് പ്രോബ്ലം വല്ലതും ഉണ്ടോ? സീരിയസ് ആയിട്ടൊന്നുമല്ല, ഒരു ചെറിയ കാര്യം. അതെന്താന്ന് വെച്ചാ, അവന്റെ കൂടെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. സോ സർപ്രൈസ് ആയിട്ട് അവനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ഓർത്തു. അത് മോളുടെ അടുത്ത് പറയാനാ. ആദ്യം നമ്മൾ പോകുന്ന ഊട്ടിക്കാം, പിന്നെ നമുക്ക് കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോവാം. എന്തായാലും ഞങ്ങൾ 2 ജാതികളല്ലേ, അപ്പോൾ അവളുടെ ഇതിൽ അമ്പലത്തിലേക്ക് ഒന്ന് പോകാൻ ഓർത്തു. അപ്പം എന്തായാലും അങ്ങനെയൊക്കെ ഓരോ ടൂർ പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചത്. സോ ഇന്ന് തന്നെ വരണം.
ഇന്ന് രാത്രി. ഓക്കെ. ഇത് പറയാനായിട്ട് വിളിച്ചേ. പിന്നെ അവൻ എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. ആ അച്ഛാ ശരി, ഞാൻ പോവാണേ, അപ്പുറത്ത് കാണും. ഇതെന്താ ഇന്ന് ഓഫീസിൽ പോവാണോ? ഇന്ന് പോണ്ട. അതെന്താന്ന് പോയാ പ്രശ്നം? അത് നമ്മൾ ഇന്ന് ചെറിയൊരു ഹണിമൂൺ ട്രിപ്പ് പോവാ ഇന്ന് രാത്രി. അപ്പൊ പാക്ക് ചെയ്യണം. ശരിക്കും നീ എന്നെ വെറുതെ കളിപ്പിക്കരുത്. ഉള്ളതാണോ നമ്മളുടെ ഒരു മാത്രം? ആന്നേ, ഞാൻ എന്തിനാ കളിപ്പിക്കണേ? അല്ല, എങ്ങോട്ടാ പോണേ? ദാറ്റ്സ് ബിഗ് സീക്രട്ട്. വഴിയറിയാം. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ വാ, നമുക്ക് പാക്ക് ചെയ്യാം. കുറെ പാക്ക് ചെയ്യണ്ടേ? എല്ലാം റെഡി അല്ലേ? നമുക്ക് പോയാലോ? ഇറങ്ങാം. വാ പോവാ. എന്നാ നിങ്ങൾ ഇറങ്ങിയില്ലേ? നമുക്ക് പോയാലോ മോളെ? ആച്ചാ ഫുൾ സെറ്റ്, വരങ്ങാം. അല്ല, ഇതെന്നാ നമ്മുടെ ഒപ്പം ഇവരില്ലാന്നല്ലേ ഇനി പറഞ്ഞത്? നമ്മൾ ഒറ്റയ്ക്കാന്നല്ലേ പറഞ്ഞത്? ഉണ്ട്, നമ്മളെല്ലാരും ഒരുമിച്ചല്ലേ പോകുന്നേ. അല്ല, അപ്പൊ നീയല്ലേ പറഞ്ഞേ? അത് വീട്. എങ്ങോട്ടാ പോണേന്നെങ്കിലും ഒന്ന് പറയാമോ? ഊട്ടിക്ക്. ഊട്ടിക്കും പിന്നെ കുറെ അമ്പലത്തിലും, പിന്നെ കുറച്ചധികം സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഇപ്പൊ വാ. വാടായിഷേ, വാ, വണ്ടി വന്നു. ഇവനും ഉണ്ടോ? അവൻ മാത്രമൊന്നുമല്ല, നമ്മളെല്ലാവരും ഉണ്ട്. പിന്നെ അവളുടെ വീട്ടിൽ നിന്ന് അമ്മയച്ചനല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. എന്നാലും ഇത് വലിയൊരു പണിയായിപ്പോയി. എനിക്ക് ചതി ചെയ്ത്. എന്ത് പണി? ഇതൊക്കെ ഒരു പണിയാണോ? നീ വന്ന് വണ്ടി കയറാൻ നോക്കടാ. ഞാൻ വന്നു. ആ, നീ വന്നു. നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഞങ്ങള്. എന്തായാലും വാ, നമുക്ക് പോവാം. കയ്യും പിടിച്ച് പോണാണ്ടില്ലേ രണ്ടുപേരും കൂടെ എന്നിട്ടിട്ട്. ഞാൻ പോവാ, നീ വേണേ വാ. എന്താണ് ആയിച്ചേട്ടനൊന്നും മിണ്ടാണ്ടിരിക്കുന്നത്? എനിക്കൊന്നും പറയാനില്ല. നീലെ ഹണിമൂണ് എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു വരുത്ത. ഞാൻ ഒട്ടും ഇത് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, ഒട്ടും. എന്റെ പൊന്ന് സാറേ, ഇതൊക്കെ നിങ്ങളുടെ അച്ഛന്റെ പ്ലാനാ, എന്റെ പ്ലാനൊന്നും അല്ല. മോളെ, പിന്നെ ഒരു കാര്യം കൂടെ. എന്താ അച്ഛാ? അവന്റെ അടുത്ത് ട്രിപ്പ് പോവാണ്, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഹണിമൂണിന് പോവാന്ന് പറഞ്ഞാൽ മതിട്ടാ, അല്ലേ അവൻ വരത്തില്ല. അല്ല, ഹണിമൂണിന് പോവാന്നൊക്കെ പറയുന്നത് എന്തിനാ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കൊച്ചേ. നീ ഇപ്പൊ ചെല്ല്, അവന്റെ അടുത്ത് പോയി പറ. ശരി, എന്തേലും ആവട്ടെ. അച്ഛൻ തണ്ടി കറക്റ്റ് സമയത്ത് എനിക്കിട്ട് പാര വെച്ചോണ്ടിരിക്കാം. എന്നെ വിളിച്ചോടാ മോനെ. അവൾ അങ്ങോട്ട് കയറിക്കോ, ഞങ്ങളിപ്പോ വരാം. എടാ പൊട്ടാ, നിന്നെ ഒറ്റയ്ക്ക് വിടാടാ. പക്ഷെ അത് അവക്ക് സർപ്രൈസ് ആയിരിക്കണം. ഇത് ചുമ്മാ നിനക്കിട്ടേ സർപ്രൈസ് ഉണ്ട്. ഇത് ഞങ്ങൾക്കും കുറച്ചൊക്കെ കളിയും ചിരിയൊക്കെ വേണ്ടേ? ശരിക്കും ഞങ്ങളെ വിടും. ആടാ, നീ ഇപ്പൊ ചെല്ല്. ഷോ, ഇങ്ങനെ ഒരു അപ്പനെ കിട്ടാൻ വേണം ഭാഗ്യം. വേണ്ട, അതെന്റെ അടുത്ത് വേണ്ട. മോന് പോവാൻ നോക്കി.